ഹായ്. കേരളത്തിലെ അറിയാൻ വയ്യാത്ത മക്കളമാർക്കാണ് ഈ മെസ്സേജ്. നമ്മളൊക്കെ പറയില്ലേ, നാളത്തെ കാര്യം നാളെയല്ലേ, അല്ലെ ഇന്നത്തെ കാര്യം ഇന്നല്ലേ, ഇന്നെങ്ങനെ സന്തോഷമായിട്ട് നല്ല രീതിയിൽ നമുക്ക് നിൽക്കാം. നാളത്തെ കാര്യമല്ല, അല്ലെങ്കിൽ എന്ത് കേസായാലും ജോലിയുടെ കാര്യമല്ല, നാളെ ജോലി ഉണ്ടല്ലോ, പൈസ നമുക്ക് ഇന്ന് ചിലവാക്കാം, അല്ലെങ്കിൽ മറ്റേ ചിലവാക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സേവിങ് കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പിന്നെ ഒന്നും മനസ്സിലാക്കുക, നിങ്ങൾ മനുഷ്യന്മാർ ഉണ്ടായതിന് ശേഷമാണ് ദൈവസങ്കല്പങ്ങൾ ഉണ്ടായത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാര്യം രാജഭരണവും ബ്രിട്ടീഷ് കാലത്തും ഭരണകാലത്ത് പണ്ട് മുതൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾ മുന്നേ അവരുടെ മണ്ടയിലും ചിന്തയിലും വന്ന കാര്യങ്ങളാണ്. അവർക്കറിയാം എത്ര വർഷവും കൊല്ലവും പോയാലും അവരുടെ ആശയങ്ങളും അവർ നിയമിച്ച കാര്യങ്ങളും അതിൻ്റെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് അവർ അന്ന് മുതലേ കണ്ടതിൻ്റെ പേരിലാണ് ഇപ്പം നമ്മളീ കാണിക്കുന്നതൊക്കെ. രാജഭരണമുള്ള കാലത്ത്, ബ്രിട്ടീഷ് ഉള്ള കാലത്തും അവരുടെ ചിന്തകളാണ് ദൈവസങ്കല്പം, എല്ലാ കാര്യങ്ങളും. അത് കവിഞ്ഞാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായത്. കാര്യം അവരത് കാണിക്കുന്ന കാരണമുണ്ട്. അമ്പലങ്ങളിലൊക്കെ ഈ നമ്പൂതിരിമാർക്ക് അവർ വേറെ ജോലിക്കൊന്നും പോവില്ല. അവർക്ക് അമ്പലത്തിൽ ദൈവങ്ങളെ പൂജിക്കുന്ന പിന്നെ പായസവും നൈവേദ്യമൊക്കെ കിട്ടുന്നത്. അതുപോലെ അവർക്ക് നമ്മളൊക്കെ പറയുന്നവരുള്ള ഈ ചില വാക്കുകളൊന്നും അവർക്ക് മനസ്സിലാവില്ല. അവർ ശുദ്ധനാണ്. അതായത് അവർക്ക് കള്ളോ കാവട്ടിയോ എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാർക്ക് ദൈവത്തെ പൂജിക്കുന്നത്, അവർക്ക് കള്ളോ കാവട്ടിയോ ഒന്നും അറിയില്ല. നമ്മൾ ഈ ദേഷ്യം വരുമ്പോൾ വായി വരുന്നതൊക്കെ പറയില്ലേ, ആ വാക്കുകളൊന്നും അവർക്കറിയില്ല. അവർ ഈ ദൈവഭക്തിയോടുകൂടി അവരുടെ തലമുറകളോളം ഉണ്ടാക്കി വെച്ച ശിഷ്ടമാണ് ഇത്, എഴുതി വെച്ചതും പിടിച്ചതുമൊക്കെ. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അത് ഭാവനയായി വർണ്ണങ്ങളും ഭാവനകളും മാറ്റങ്ങളൊക്കെ വന്നു. ഇപ്പോഴത്തെ വളർന്നു വരുന്ന മക്കളമാർക്ക് ചിന്തിക്കാനാണ്. നമുക്കതെല്ലാം വേണം, മനസ്സിൽ മതി. അതൊന്നും പെട്ടെന്നൊന്നും ഇല്ലാണ്ടാക്കാനും പറ്റില്ല. പക്ഷെ വേണ്ടുന്നത് എന്താ, പഠിച്ചിറങ്ങുന്ന മക്കളുമാർ ടൈം വേസ്റ്റാക്കാണ്ട് ജോലി സ്വന്തമാക്കുക. കയ്യിലൊക്കെ കാശ് വേണം, സംഘങ്ങളൊക്കെ മനസ്സിൽ മതി. പണ്ടുള്ള അച്ഛനും അമ്മമാർക്കും വെളിവും വിവരവും ഇല്ലാത്തവരാണ്. നമ്മളത് ചുവട് പിടിച്ച് ജീവിക്കും. നാളെയല്ലേ, എൻ്റെ സമയമാവട്ടെ. അതിനേന് എന്താ, നമ്മുടെ കേരളത്തിലെ സാധാരണ ഹിന്ദു കുടുംബത്തെ മക്കളുമാരാണ് ഇന്നും ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു 10 രൂപ, ഒരു 100 രൂപ, ഒരു 1000 രൂപ അവൻ്റെ അക്കൗണ്ടിൽ കാണില്ല. എന്താ, അടിച്ചു പൊളിച്ച് നടക്കുക തന്നെ, ഈശ്വരൻ തരുമെന്ന് പറഞ്ഞിട്ട് നടക്കുവാണ്. ഇത് ചിന്തിക്കാനാണ്.